നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴിക്കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേ. സന്തോഷ വീട്ടിൽ രാജരാജനേശുവോടു കൂടെ വാഴുമേ. തേജസ്സേറും രാജരാജനേശുവോടു കൂടെ വാഴുമേ. നീതി സൂര്യ ശോഭയാൽ നല്ല ഇരുൾ മാറിടും. ഭീതിയും അനീതിയും ലോകം ഭരിച്ചിടും. കർത്താവിനാളുകൾ ശോകം രോഗം യുദ്ധം ക്രുദ്ധ ജാതികളിൻ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂമിൽ വാഴുമ്പോൾ. ശോകം രോഗം യുദ്ധം ക്രുദ്ധ ജാതികളിൻ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂമിൽ വാഴുമ്പോൾ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളോ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളും. ഉല്ലാസഘോഷമാ സിയോനിൽ വന്നിടും. തീരും കാലവും യെരൂശലേമിൽ എത്തും കാലമോർക്കുമ്പോൾ ഇദ്ധാരയും ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ.
ഈ ഡെഡ് ബോഡിയുമായിട്ട് ഈ സെമിത്തേരിയിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവെ, അവിടുത്തെ മകനെ അവിടുത്തെ സവിധത്തിലേക്ക് വിളിച്ചു ചേർക്കുവാൻ അവിടത്തേക്ക് പ്രസാദം തോന്നി തനിക്ക് കൊടുത്ത ആയുസ്സിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ലോകത്തിലെ കഷ്ടവും പ്രയാസവും നിറഞ്ഞ ലോകത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് സമാധാനത്തിലേക്ക്, നിത്യമായ ആശ്വാസത്തിലേക്ക് തന്നെ വിളിച്ചു ചേർക്കുവാൻ അവിടത്തേക്ക് പ്രസാദം തോന്നി. അതിനായിട്ട് നന്ദിയോട് സ്തോത്രം. തന്റെ മുമ്പിൽ വെച്ച ഓട്ടം സ്ഥിരതയോട് ഓടുവാൻ, അത് പൂർത്തീകരിക്കുവാൻ തന്നെ അവിടുന്ന് സഹായിച്ചു. അതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അവിടുത്തെ വചനത്തിൽ വായിക്കുന്ന പോലെ ഭക്തിയുള്ള പുരുഷാരം സ്തേഫാനോസിനെ അടക്കം ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അവിടുത്തെ ജനമായ ഞങ്ങൾ ഒരുമിച്ച് കൂടി കർത്താവെ, പ്രിയ സഹോദരന്റെ ഈ ശരീരം ഞങ്ങൾ മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ധന്യമായ നിമിഷമാണല്ലോ ഇത്. സ്വർഗത്തിലെ ദൈവമേ, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കണ്ണുനീരിനെ അവിടെ നൊപ്പി ഞങ്ങളുടെ വേദനകൾക്ക് ആശ്വാസം നൽകി. അതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇത്രത്തോളം ശുശ്രൂഷകളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചു, ആദരിച്ചു. അതിനായിട്ട് സ്തോത്രം അങ്ങേക്ക് തന്നെ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഏറ്റവും വിനയമായി ചോദിക്കുന്നു. കൃപയുണ്ടായി കേട്ട് ഉത്തരവ് മറാകണമേ. 1 വാക്യം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹള നാദങ്ങൾ പെട്ടെന്ന് കണ്ണിമയ്ക്കപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും മരിക്കുകയും ജീവിച്ചിരിക്കുകയും ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശുമാന്ത്രവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ വ്യത്യസ്തത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയെന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവൻ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ ഒരുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണി അത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കും. ഈ വേദപുസ്തകത്തിലെ കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തെ പുനരുത്ഥാനത്തിന്റെ അധ്യായമെന്നാണ് അറിയപ്പെടുന്നത്. വേദപുസ്തകം പഠിക്കുന്നവർ, വേദപഠിതാക്കൾ ഈ അധ്യായത്തെ പുനരുത്ഥാനത്തിന്റെ അധ്യായമെന്നാണ് പേർ വിളിക്കുന്നത്. കാരണം മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ മർമ്മമായ മരണത്തെക്കുറിച്ചും മരണാനന്തര പുനരുത്ഥാനത്തെക്കുറിച്ചും വളരെ വ്യക്തമായി, വിസ്താരമായി, വളരെ ശക്തീകരണം നൽകി പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ 15-ാമത്തെ അധ്യായം. ഈ അധ്യായം ശ്രദ്ധിച്ച് പഠിക്കുന്നവർക്കറിയാം, ഇതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും 12 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചും 35 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും വളരെ ആധികാരികമായിട്ട് സ്വർഗത്തിൽ ദൈവം ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കും. അതിൽ പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകതയെ പഠിപ്പിക്കുന്ന 1-2 വാക്യങ്ങളാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്ന് ചോദിക്കും. ഈ വിലയേറിയ സത്യം കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്, വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലൂടെയാണ്. ഒന്ന്, പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കും? ഇത് സാധാരണ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. മനുഷ്യൻ എത്രമാത്രം ബുദ്ധിയുണ്ടെങ്കിലും ലോകജ്ഞാനം ഉണ്ടെങ്കിലും മരിച്ചവരൊക്കെ എങ്ങനെ ഉയർക്കുമെന്ന് ചിന്തിക്കുന്നവരും യാതൊരു എത്തും കിട്ടാത്ത നിലയിലാണ് ലോക മനുഷ്യന്റെ ബുദ്ധി ചെന്നെത്തുന്നത്. കാരണം മാനവ ചരിത്രത്തിന്റെ ആരംഭം മുതൽ എത്രയോ കോടി മനുഷ്യരാണ് ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ചത്.
കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായി കോടാനുകോടികൾ മരിച്ചു, അടക്കപ്പെട്ടു. അവരുടെ ശരീരമല്ലേ മണ്ണിലേക്ക് ചേർന്നു, അസ്ഥികളൊക്കെയും പൊടിഞ്ഞു. അതിന്റെ കാൽസ്യം, അതുപോലെ മനുഷ്യ ശരീരത്തിലുള്ള ലവണങ്ങൾ, ഫോസ്ഫറസ്, അയൺ, ഇതൊക്കെ വൃക്ഷങ്ങളൊക്കെ പിടിച്ചെടുത്തു. അത് ചെടികളായി, ശിഖരങ്ങളായി, ഇലയായി, പൂവായി, കായായി. ചിലതൊക്കെ ഭക്ഷിച്ചു, ചില പല നിലയിലൊക്കെ പോയി. വെള്ളപ്പൊക്കം വന്നപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. മനുഷ്യബുദ്ധി അങ്ങനെ ചെന്നെത്തുമ്പോൾ ഇതൊക്കെ എങ്ങനെയാ പിന്നെ ഒന്നായിട്ട് വരുന്നത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ധാരാളം പേരുണ്ട്. അങ്ങനെ ചിന്തിച്ച് എത്തും പിടിയില്ലാതെ കിടക്കുന്ന ധാരാളം ബുദ്ധിമാന്മാരുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവരുടെ സ്വർഗത്തിലെ ദൈവം പറയുന്നത്, മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ വചനം പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച് സസ്യശാസ്ത്രത്തിലൂടെയാണ് ദൈവം ഇതിന് ഉത്തരം തരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. അത് തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് കർത്താവിന്റെ വചനത്തോട് നമ്മെ പഠിപ്പിക്കുന്നത്. സാധാരണ നമ്മൾ നെല്ലിന്റെയോ ഗോതമ്പിന്റെയോ പയറിന്റെയോ ഒരു മണി കൊണ്ടൊന്ന് വിതച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കുകയല്ല. പിന്നെയോ അത് വിലയം പ്രാപിക്കും, അതിന് മാറ്റങ്ങളൊക്കെ വരും. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിന്റെ സ്ഥാനത്ത് അതിൻ്റെതായ ഒരു ചെടി ഉണ്ടാകും. നെല്ലിന്റെ ചെടി വേറെയാണ്, ഗോതമ്പിന്റെ ചെടി വേറെയാണ്, പയർ വിത്തിട്ടല്ല അതിന്റെ ചെടി വേറെയാണ്. അതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടം പോലെ ഓരോരോ ശരീരം കൊടുക്കുന്നു എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അത് ഉത്ഭവിപ്പിക്കുന്നു. ശരിയല്ലേ? ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന, കണ്ണാലെ കാണുന്ന സത്യങ്ങൾ എടുത്തു വെച്ച് പറയാണ്, ഇങ്ങനെ ഒരു ചെറിയ മണിയിൽ നിന്നും അതിനെ ഒരു സസ്യമാക്കി, അതിൽ നിന്ന് അതേ മണികൾ തന്നെ, ഇപ്പൊ 12-55 വിത്താണെങ്കിൽ അത് തന്നെ, 18 മണിയുടെ പയറാണെങ്കിൽ അതേ പയറ് തന്നെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇതാര് മനസ്സിലാക്കുന്നുവോ അവർക്ക് മാത്രമേ വിലയേറിയ സത്യം ഉൾക്കൊള്ളാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന സ്വർഗത്തിലെ ദൈവം ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ച ഈ പ്രിയമകൻ അനീഷ് യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച, നാം കേട്ടതുപോലെ കൃപാവരമുള്ള, തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത ഈ പ്രിയമകൻ അനീഷിന്റെ ശരീരം ഒരു വിത്ത് വിതയ്ക്കുന്നുള്ള വിതച്ചു കഴിയുമ്പോൾ, എന്നാൽ ദൈവത്തിന്റെ മഹാശബ്ദം കേൾക്കുമ്പോൾ ഇല്ലായ്മ സകലത്തെയും വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവത്തിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ ഇതേ അനീഷ് ഉയർത്തെഴുന്നേറ്റ് വരും എന്ന തെളിവ് സഹിതം യാതൊരു സംശയമില്ലാതെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ശരീരത്തിന്റെ അവസ്ഥയാണ് ദ്രവത്വം. ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജീവൻ പോയി കഴിയുമ്പോൾ പിന്നെ ദ്രവിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ ശരീരത്തിൽ ദൈവം ഒരു വീണ്ടെടുപ്പ് ഒരുക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ്? ദൈവം തന്റെ ആത്മാവിനെ തന്നുകൊണ്ട് ദൈവശക്തി എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? റോമാലേഖനം 8:11 വായിച്ചാൽ അറിയാം, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികയിൽ ക്രിസ്തു യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ തന്റെ മർത്യ ശരീരത്തെ അവന്റെ ശക്തിയുള്ള ശരീരത്തോടെ രൂപാന്തരപ്പെടുത്തും, നിങ്ങളെ ഉയർത്തും, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന വേദഭാഗമാണ് ഇവിടെ അന്വർത്ഥമാക്കുന്നത്. നമുക്ക് ജയം തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ എപ്പോഴാണ് സംഭവിക്കുന്നത്? നാം കേട്ടു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് പ്രിയ ഛായനമ്മാമ, സഹോദരങ്ങൾ, പ്രിയമകൾ ബസി കുഞ്ഞ്, എല്ലാവരും, എല്ലാ ബന്ധുമിത്രാദികളും സഹോദരങ്ങളും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുക. കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയമകൻ അനീഷ് ഉയർത്തെഴുന്നേൽക്ക് വന്ന് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി, തേജസ്സുള്ള ശരീരത്തോടുകൂടി, രോഗമൊന്നും ബാധിക്കാത്ത ശരീരത്തോടുകൂടി കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടി പുനരുത്ഥാനത്തിന്റെ പുത്തൻ പുലരിയിൽ നമുക്ക് സന്തോഷത്തോടെ കാണാം. ഇനി മരണമുണ്ടാകയില്ല, യാതൊരു ദുഃഖവും മുറവിളിയില്ല, എന്നും കർത്താവിടെ ആയിരിക്കും എന്നുള്ള വലിയ പ്രത്യാശയോടെ ഈ പ്രിയമകന്റെ ഡെഡ് ബോഡി നമുക്ക് ഇവിടെ ശവസംസ്കരിക്കാം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ OM ശമൂവേൽ സർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്നേഹിച്ച നിസീമമായ സ്നേഹത്തിനായിട്ട് സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ തകർത്ത് ഒരുക്കി തന്ന വലിയ രക്ഷണ്യ പ്രവർത്തിക്കായിട്ട് മാത്രമല്ല, കർത്താവെ അതിന്റെ അംശികളായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ ഭാഗ്യനാളിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യപദവിയിലേക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കാലാകാലങ്ങളിലായി കർത്താവ് പ്രവേശിക്കുവാൻ കൃപ നൽകിയല്ലോ. അതിനായിട്ടും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അനീഷിന്റെ ശവസംസ്കാര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ
ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കായിട്ടും നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട അനുസ്മരണകൾ കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം കർത്താവെ ഈ ശവസംസ്കാര ഈ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവെ പ്രിയാമകന്റെ ഈ ഭൗതിക ശരീരം അത്യാശയോടുകൂടി ഞങ്ങൾ സംസ്കരിക്കുകയാണ്. ഒരു ദിവസം പുനരുത്ഥാനത്തിന്റെ പൊൻപുലരിയിൽ തേജസ്സേറിയ ശരീരത്തോടുകൂടി പോലെയുള്ള ശരീരത്തോടുകൂടി പ്രിയാമകനെ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുമല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ. അതിനായിട്ട് സ്തോത്രം. വചനത്തിൽ നിന്ന് ആ നിലയിലുള്ള വചനം നീ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ പ്രത്യാശയെ ഉറപ്പിച്ചു തറപ്പിച്ചു. അതിനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. നിന്റെ മകന്റെ ഈ ഭൗതിക ശരീരം ഞങ്ങൾ ഈ മണ്ണിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതേസമയം ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഞങ്ങളുടെ ആത്മനാഥന്റെ വരവ് വളരെ വേഗം സംഭവിക്കും. ആ വരവിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തോട് അനുരൂപമായിരിക്കുന്ന ശരീരത്തോടുകൂടി പ്രിയ അനീഷിനെയും ഇതുപോലെയുള്ള അനേക ക്രിസ്തുവിൽ മരിച്ചിട്ടുള്ള അനേകരെയും ഞങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുമല്ലോ. ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുപേരായി പ്രാർത്ഥിച്ച് അങ്ങയുടെ സ്നേഹകാരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുകയാണ്. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ആശ്വാസവും നൽകണമേ. തിരുനാമത്തെ ഞങ്ങളിൽ കൂടെ ഇത്രത്തോളം മഹത്വപ്പെടുത്തിയല്ലോ. തിരുനാമത്തെ തുടർന്നും മഹത്വപ്പെടുത്തുകയും അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷ ഏറ്റെടുക്കുകയും ചെയ്യണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ ചോദിക്കുന്നു, കരുണയുണ്ടായി കേൾക്കുമാറാകണമേ. We